അപ്പം നമുക്ക് കൊടുകുത്തിമല ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി കൊടുകുത്തി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കൊടുകുത്തി ടവറിൽ വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ബാക്കി വീഡിയോസായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടോളൂ. ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം, മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം, ആരാരോ പാടുവതാതെ നീ ആരാദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം, പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there, go. ഞാൻ ഒഴുകും തിരയിൽ തലോടി തീരം, ഏതോ അനുരാഗാർദ്ര തീരം, അറിയാതെ അറിയാതെ പുളകം പകരാൻ എന്തിനോ തമ്മിൽ. ടവറിൻ്റെ അടുത്തെത്താനായി അവസാനം നടന്ന് നമ്മളെത്തി. ഒരുപാട് നടന്നു കേട്ടോ. അപ്പോൾ അതായത് കാണുന്നതാണ് കൊടുകുത്തിയുടെ ടവർ എന്ന് പറയുന്നത്. എന്താ കൊടുകുത്തി മല എന്ന് പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ കൊടുകുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് അതിൻ്റെ കഥ. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. എന്താണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. മുകളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് 360 ഡിഗ്രിയിൽ വ്യൂ കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ടോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ താഴെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ആവിയായിട്ട് ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ. മുകളിൽ പറഞ്ഞ പോലെ 360 ഡിഗ്രിയിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാഴ്ചകൾ അതിന് മുകളിൽ നിന്ന് കണ്ടു. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നല്ല നല്ല മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവരും പോവുക അവിടെ. ഓക്കെ.